ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. 10,000 രൂപയ്ക്ക് നമുക്ക് വാങ്ങിക്കാവുന്ന ഏറ്റവും നല്ല ഫോൺ, അല്ലെങ്കിൽ 10,000 രൂപയ്ക്ക് താഴെ 8,000 രൂപയ്ക്കോ 7,000 രൂപയ്ക്കോ 6,500 രൂപയ്ക്കോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓരോ പ്രൈസിലും ഏതായിരിക്കും ഒരു നല്ല ഓപ്ഷൻ? മുൻപ് ഞാൻ ഇതുപോലത്തെ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് ഫോണുകൾ നമ്മളവിടെ പറഞ്ഞിരുന്നു, കാരണം അവിടെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ക്ലിയർ ആണ് ഏതൊക്കെയാണ് ഓരോ പ്രൈസിലും ബെറ്റർ എന്ന്. സോ ഈ 10,000 രൂപയ്ക്ക് താഴെ വരുന്ന കുറച്ച് 4 നല്ല ഫോണുകൾ അത് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ ഇനി സമയം കളയണ്ട, നേരെ വീഡിയോയിലേക്ക്. ഹായ്, 10,000 രൂപയ്ക്ക് താഴെ നമുക്ക് ഒരുപാട് ഫോണുകളുണ്ട്. പ്രത്യേകിച്ചും റിയൽമി എടുത്തു കഴിഞ്ഞാൽ പല പേരിൽ പല സീരീസിൽ അവർ ഒരുപാട് ഫോണുകൾ ഇറക്കി വെച്ചിട്ടുണ്ട്. ബട്ട് അതൊന്നും മൈൻഡ് ചെയ്യേണ്ടി വരില്ല, കാരണം അവർ ഇപ്പോൾ ലാസ്റ്റ് ഇറക്കിയ ഒരു ഫോൺ അത് മറ്റ് പല ഫോണുകളെയും ഓവർകം ചെയ്തൊരു ബെറ്റർ ഫോണായി മാറിയിട്ടുണ്ട്. അപ്പം നമുക്കതൊക്കെ നോക്കാം. ആദ്യമായിട്ട് 10,000 രൂപയ്ക്ക് ഏതാണ് ഒരു നല്ല ഫോണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയും, Redmi 9 Prime തന്നെയാണ് ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കുക. കാരണം ആ ഒരു ഫോൺ വരുന്നത് G80 എന്ന് പറയുന്ന അത്യാവശ്യം നല്ലൊരു MediaTek പ്രോസറുമായിട്ടാണ്. അതേപോലെ ഫുൾ HD+ 6.53 ഇഞ്ച് വരുന്ന ഒരു നല്ല ഡിസ്പ്ലേ ഉണ്ട് ആ ഒരു ഫോണിന്. 5020 mAh ബാറ്ററി ഉണ്ട്. 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇൻഫാക്ട് ചാർജർ നമുക്ക് അതിൻ്റെ ഒപ്പം കിട്ടുന്നില്ല, എങ്കിൽ പോലും 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ ഒരു സപ്പോർട്ട് വരുന്നുണ്ട്. സോ തീർച്ചയായിട്ടും നല്ലൊരു ഡീൽ തന്നെയാണ്. അതിൻ്റെ ഒപ്പം 13 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയും 8 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയൊക്കെ ഉണ്ട്. സോ ഓവറോൾ ഈ ഒരു ഫോൺ ഫുൾ HD+ ഡിസ്പ്ലേയും G80 പ്രോസറൊക്കെ ആയിട്ട് ആ ഒരു പ്രൈസ് റേഞ്ചിലെ ഒരു എക്സെപ്ഷണൽ ഫോണാണ്. തീർച്ചയായിട്ടും 10,000 രൂപയ്ക്ക് നമുക്കതൊരു നല്ല ഫോണായിട്ട് പരിഗണിക്കാം. ഇനി അടുത്തത് ഒരു 8,500 അല്ലെങ്കിൽ 8,000-നും 9,000-നും ഇടയ്ക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റേഞ്ചിൽ നാർസോ 20A സ്നാപ്ഡ്രാഗൺ 665 എന്ന് പറയുന്ന മികച്ച പ്രോസർ വെച്ചുകൊണ്ടുള്ള ഒരു ഫോണാണ്. തീർച്ചയായിട്ടും നമുക്ക് നല്ലോണം ഡിപ്പെൻഡ് ചെയ്യാവുന്ന നല്ല പെർഫോമൻസ് ഉള്ളൊരു ഫോണാണ്. 3GB RAM 32GB സ്റ്റോറേജ് ഒരു സഫീഷ്യൻ്റ് ആയ ഒരു നോർമൽ മിനിമം സെറ്റപ്പാണ്. അതിൻ്റെ ഒപ്പം ഈ ഒരു പ്രോസസ്സറും കൂടി ചേരുമ്പോൾ തീർച്ചയായിട്ടും നല്ല ഒരു പെർഫോമൻസ് നമുക്ക് ആ ഒരു ഫോൺ തരും. 6.5 ഇഞ്ച് വരുന്ന ഡിസ്പ്ലേ, 12 മെഗാ പിക്സൽ അടങ്ങുന്ന ട്രിപ്പിൾ ക്യാമറ, 8 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ, 5000 mAh ബാറ്ററി, ഓവറോൾ ഒരു ഗുഡ് സെറ്റപ്പാണ് ഈ ഒരു ഫോണിൽ. സോ ഈ ഒരു പ്രൈസിൽ നമുക്ക് ഈ ഒരു ഫോണിനെ നോക്കാം. Redmi 9i 9 അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ഫോണുകൾ റെഡ്മിയുടെ ഉണ്ട്. റാം കൂടുതൽ വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ ആ ഫോണുകൾ നോക്കാം. ബട്ട് പ്രോസസ്സറും 3GB റാമും കൂടി നോക്കുമ്പോൾ 5000 mAh ബാറ്ററി അങ്ങനെ എല്ലാം കൂടി ഇവിടെ പരിഗണിക്കുമ്പോൾ, പ്രത്യേകിച്ചും ഡിസൈനും കൂടി ഉൾപ്പെടുത്തി കഴിയുമ്പോൾ ഓവറോൾ ഒരു നല്ല സെറ്റപ്പായിട്ട് എനിക്ക് തോന്നിയത് നാർസോ 20A ആണ് 8,500 രൂപയ്ക്ക്. ഇനി റെഡ്മി ഫോണുകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ Redmi 9 ഒക്കെ പരിഗണിക്കാം. മോശമൊന്നുമല്ല, വേണമെങ്കിൽ അതും ഓക്കെ ആയ ഒരു സെറ്റപ്പ് തന്നെയാണ്. ബട്ട് അതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആവുക നമുക്ക് സ്നാപ്ഡ്രാഗൺ 665 ഉള്ള നാർസോ 20A തന്നെയാണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. നിങ്ങൾക്ക് റെഡ്മി ഫോണുകൾ ഇഷ്ടമാണെങ്കിൽ 9 നമുക്ക് പരിഗണിക്കാവുന്ന ഒരു ഫോൺ തന്നെയാണ്. ഇനി അടുത്തൊരു ഫോൺ 7,000-നും 8,000-നും ഇടയിൽ നോക്കാം. ഇവിടെ നോക്കിയാൽ പോക്കോ C3 എന്ന് പറയുന്ന പോക്കോയുടെ ഏറ്റവും പുതിയ ഫോണാണ്. അതിനകത്ത് നമുക്ക് MediaTekന്റെ G35 എന്ന് പറയുന്ന പ്രോസറാണ്. അതിൻ്റെ ഒപ്പം തന്നെ അവിടെ നമുക്ക് 3GB RAM 32GB സ്റ്റോറേജ് കിട്ടുന്നുണ്ട്. 6.53 ഇഞ്ച് വരുന്ന ഒരു HD ഡിസ്പ്ലേ നമുക്ക് കിട്ടുന്നുണ്ട്. 13 മെഗാ പിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ, 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറ, 5000 mAh ബാറ്ററി, 3GB RAM 32GB MediaTek G35. ഈ ഒരു കോമ്പോയ്ക്ക് അവിടെ 7,500 രൂപയെ വരുന്നുള്ളൂ. സോ ആ ഒരു റേഞ്ചിൽ ഇത്രയും റാമും ഈ ഒരു പെർഫോമൻസും ഒക്കെ ഉള്ള ഒരു ഫോൺ എന്ന നിലയിൽ പോക്കോയുടെ C3 ആണ് അവിടെ ഏറ്റവും നല്ല ഓപ്ഷൻ ആയിരിക്കാം 7,500 രൂപയ്ക്ക്. റിയൽമിയുടെ ഫോണുകളും മറ്റ് റെഡ്മി ഫോണുകളൊക്കെ അവിടെയുണ്ട്. ബട്ട് ഓവറോൾ ബെറ്ററായ ഓപ്ഷൻ തീർച്ചയായിട്ടും ഈ ഒരു പ്രൈസിന് പോക്കോ C3 തന്നെയാണ് നമുക്ക് പറ്റുക. സോ പോക്കോ C3 നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ വേണമെങ്കിൽ ഒരു നല്ല ഓപ്ഷനായിട്ട് ചൂസ് ചെയ്യാം. എന്നാൽ പോക്കോ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് റിയൽമിയുടെ മറ്റു പല ഫോണുകളൊക്കെ അവിടെയുണ്ട്. ഞാൻ അതിവിടെ നിരത്തി പറയുന്നില്ല, കാരണം ഞാനിവിടെ സ്പെസിഫിക് ആയിട്ട് 4 ഫോണുകൾ സെലക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഈ ഒരു ഫോൺ ഈ ഒരു പ്രൈസിൽ ബെറ്റർ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് ഷെയർ ചെയ്യാം. ഇനി 6,000 രൂപയ്ക്കും 7,000 രൂപയ്ക്ക് ഇടയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ 6,500 രൂപയ്ക്ക് റിയൽമിയുടെ C2 കിട്ടുന്നുണ്ട്. ബട്ട് അത് ഇത്തിരി പഴയ ഫോണാണ്. അതിനേക്കാൾ നല്ലത് നമുക്ക് ഏറ്റവും പുതിയ റെഡ്മിയുടെ 9A എടുക്കാം. അത് നോക്കിയാൽ 6,800 രൂപയാണ് വരുന്നത്. ബട്ട് ആ ഒരു പ്രൈസിന് തീർച്ചയായിട്ടും വെറുത്തായ ഒരു ഫോണായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു പ്രൈസിൽ നമുക്ക് Redmi 9Aയിൽ 2GB RAM 32GB സ്റ്റോറേജ് കിട്ടുന്നുണ്ട്. MediaTekന്റെ G25 എന്ന പ്രോസസ്സറുണ്ട്. 6.53 ഇഞ്ച് വരുന്നൊരു ഡിസ്പ്ലേ ഉണ്ട്. 5000 mAh ബാറ്ററി, 13 മെഗാ പിക്സൽ ക്യാമറ, 5 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ. ഓവറോൾ ഈ ഒരു ഫോൺ, ഈ ഒരു റാം, സ്റ്റോറേജ്, പ്രോസസ്സർ, പിന്നെ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റും 6,800 തീർച്ചയായിട്ടും ആ ഒരു പ്രൈസിന് ഒരു വർത്തായ നല്ലൊരു ഡീലായിട്ടാണ്. അതും പുതിയ ഫോണുകൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും Redmi 9A ഒരു ഡീസൻ്റ് ആയ ഓപ്ഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ 7,000-നും 8,000-നും ഇടയിൽ നമുക്ക് 6,800 വില വരുന്ന Redmi 9A ഒരു നല്ല ഓപ്ഷനായിട്ട് സെലക്ട് ചെയ്യാം. സോ അതാണ് ഈ ഒരു പ്രൈസിൽ 10,000 രൂപയ്ക്ക് താഴെ വരുന്ന ഒരു നല്ല 4 ഫോണുകൾ. ഓരോ പ്രൈസിലും 9,000-നും 10,000-നും അതേപോലെ 7,000, 8,000, അതേപോലെ 6,000, 7,000 അങ്ങനെ ഓരോ പ്രൈസിലും നോക്കി കഴിഞ്ഞാൽ ഓരോ പ്രൈസിലും കിട്ടാവുന്ന നല്ല ഫോണുകളായിട്ട് എനിക്ക് തോന്നിയത് ഈ 4 ഫോണുകളാണ്.
ഫോണുകൾ എടുക്കുന്നതിന് മുമ്പ് അതിൻ്റെ യൂസ്ഡ് റിവ്യൂസ് ഒക്കെ കണ്ടു നോക്കാൻ പറ്റുമെങ്കിൽ കണ്ടു നോക്കിയിട്ട് എടുക്കാം. പിന്നെ നമ്മളിവിടെ റെഡ്മി റിയൽമി ഫോണുകൾ പോക്കോ ഫോണുകളൊക്കെ പറഞ്ഞു. ഇതിനകത്ത് മോട്ടോയുടെ ഫോണൊക്കെ നിൽക്കുന്നുണ്ട്. G8 പവർ ലൈറ്റ് എന്ന് പറയുന്ന ഒരു ഫോണൊക്കെ നിൽക്കുന്നുണ്ട്. പെർഫോമൻസ് വൈസ് അത്ര നല്ലൊരു ഡിപ്പാർട്ട്മെന്റ് അല്ല അതിനകത്തുള്ളത്. മോട്ടോ G8 പവർ ലൈറ്റിലേക്ക് വന്നാൽ P35 എന്ന് പറയുന്ന ഒരു പ്രൊസറാണ്. 16 മെഗാ പിക്സലും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയൊക്കെയാണ് ക്യാമറകൾ. 5000 mAh ബാറ്ററി ഒക്കെ ഉണ്ട്. മോട്ടോ ഫോണുകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഒരു മിനിമം യൂസർ എക്സ്പീരിയൻസ്, അതായത് വലിയൊരു പെർഫോമൻസ് ഒന്നും പ്രതീക്ഷിക്കേണ്ട. ഈ റേഞ്ചിൽ മറ്റ് റെഡ്മി റിയൽമി പോക്കോ ഫോണുകൾ തരുന്നൊരു പെർഫോമൻസ് പ്രതീക്ഷിക്കാതെ ഒരു മിനിമം പെർഫോമൻസ് പ്രതീക്ഷിച്ചുകൊണ്ട് എടുക്കുകയാണെങ്കിൽ ഈ ഒരു മോട്ടോ ഫോൺ നിങ്ങൾക്കൊരു നല്ല ഓപ്ഷനായിട്ട് പരിഗണിക്കാം. മോട്ടോ ഫാൻസിന് തീർച്ചയായിട്ടും ഈ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കുന്നു മാത്രം. അതേപോലെ സാംസങ്ങിൻ്റെ M0 ഫോൺ, സാംസങ് ഫോണുകളെ എടുക്കൂ, അല്ലെങ്കിൽ ഈ ചൈനീസ് ബ്രാൻഡുകൾ വേണ്ട, നമുക്ക് കൊറിയൻ സാംസങ് മതി എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് M01 എന്ന് പറയുന്ന സാംസങ്ങിൻ്റെ ഒരു ഫോൺ അവിടെ അവൈലബിൾ ആണ്. ഈ ഒരു ഫോണിന് സാംസങ് M01ന്റെ പ്രൈസ് നോക്കിയാൽ 8000 രൂപയാണ് വരുന്നത്. 3GB റാം 32GB സ്റ്റോറേജ് ആണ്. സ്നാപ്ഡ്രാഗൺ 439 ആണ് പ്രോസസർ. ഈ ഒരു പ്രോസസറും 3GB റാം 32GB സ്റ്റോറേജും സാംസങ് എന്ന ബ്രാൻഡും നിങ്ങൾ ഇതെല്ലാം കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസിന് ഒരു നോർമലായ ഒരു മിനിമം യൂസിന് പറ്റിയ ഒരു സാംസങ് ഫോണായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫോണിനെ പരിഗണിക്കാം. ബട്ട് നിങ്ങൾ സാംസങ്ങിൻ്റെ ബ്രാൻഡ് നോക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ള ഫോണുകൾ, ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഓരോ പ്രൈസ് പോയിന്റിൽ ഞാൻ സെലക്ട് ചെയ്ത് പറഞ്ഞ ഫോണുകളെല്ലാം തന്നെ ഇതിനേക്കാൾ നല്ല പെർഫോമൻസ് ഉള്ള ഫോണുകളാണ്. സോ ചിന്തിച്ച് നോക്കുക. 10,000 രൂപയ്ക്ക് താഴെയൊക്കെ നമ്മൾ ബ്രാൻഡ് നോക്കുന്നതിനേക്കാൾ വാല്യൂ ഫോർ മണി ബെറ്ററായി പെർഫോമൻസ് ഉള്ള ഫോണുകൾ എടുക്കാൻ നോക്കുന്നതാവും നല്ലതെന്നാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. ബട്ട് എന്തായാലും നിങ്ങൾക്ക് ബ്രാൻഡ് നോക്കി എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ M01 സാംസങ്ങിൻ്റെ ഒരു ഫോൺ എന്ന രീതിയിൽ നിങ്ങൾക്ക് പരിഗണിക്കാം. അപ്പോൾ അത്രയുമാണ് എൻ്റെ ഓപ്ഷൻസ് ഈ ഒരു പ്രൈസ് റേഞ്ചിലെ. പക്ഷേ ഞാനൊരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്, അതായത് നിങ്ങൾ റിവ്യൂസ് കണ്ടു നോക്കുക. തെറ്റായിട്ട് നിങ്ങൾ പോയിട്ട് അൺബോക്സിങ് കണ്ടിട്ട് അതാണ് റിവ്യൂ എന്ന് വിചാരിക്കരുത്. അൺബോക്സിങ് വീഡിയോകളല്ല നമ്മൾ കാണേണ്ടത്. യൂസ് ചെയ്തതിന് ശേഷമുള്ള യൂസ്ഡ് റിവ്യൂസ് കണ്ടു നോക്കിയിട്ട് അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഏത് ഫോൺ നിങ്ങൾ പർച്ചേസ് ചെയ്യണം, നിങ്ങളുടെ ആവശ്യത്തിന് പറ്റിയതാണോ എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കാൻ. സോ ഒരുപാട് പേര് ഈ അൺബോക്സിങ് കണ്ടിട്ട് വന്നിട്ട് അതാണ് റിവ്യൂ എന്ന് വിചാരിച്ച്, ഈവൻ നമ്മുടെ വീഡിയോ തന്നെ, നമ്മൾ ചില അൺബോക്സിങ് വീഡിയോകൾ കണ്ടിട്ട് തന്നെയും പലരും അത് ഫോണൊക്കെ എടുത്തിട്ട് വന്നിട്ട് അത് നിങ്ങൾ പറഞ്ഞ റിവ്യൂ തെറ്റാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർക്കുണ്ടായ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ അതിൻ്റെ റിവ്യൂവിൽ യൂസ്ഡ് റിവ്യൂ അല്ലെങ്കിൽ ഫുൾ റിവ്യൂ ഗുണങ്ങളും ദോഷങ്ങളും എന്നുള്ള വീഡിയോ ചെയ്യുമ്പോൾ അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതായിരിക്കും. പക്ഷേ ആ സുഹൃത്തുക്കളെല്ലാം അൺബോക്സിങ് വീഡിയോ കണ്ടുകൊണ്ടായിരിക്കും പോയി ഫോൺ എടുക്കുന്നത്. ഈ അൺബോക്സിങ് വീഡിയോ കണ്ടുകൊണ്ട് ഫോൺ എടുക്കാൻ ശ്രമിക്കരുത്. യൂസ്ഡ് റിവ്യൂ കണ്ടിട്ട് മാത്രം ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സോ 10,000 രൂപയ്ക്ക് താഴെയുള്ള മികച്ച ഒരു 4-5 ഫോണുകളാണ് നമ്മളിവിടെ പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓഫറുകൾ വരുന്നുണ്ട്, ഓഫറുകൾ റിവീൽ ആവുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഓഫർ റിവീൽ ആയതിനു ശേഷം ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിൽ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നതായിരിക്കും. അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസും അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അപ്പോൾ വ്യക്തമാക്കാം. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.